കേരളത്തിൽ ഈ കുംഭമേള നടക്കുന്നു എന്ന് പ്രഖ്യാപിച്ചപ്പോൾ സത്യത്തിൽ കേരളത്തിൽ പ്രചാരത്തിൽ വന്ന ഒരു കാര്യം ഇത് വടക്കേ ഇന്ത്യൻ ഇറക്കുമതിയാണ്, ഇതിവിടെ വില പോവില്ല, ഇടയ്ക്കിടയ്ക്ക് പറയുന്നു ഇത് കേരളമാണ് എന്നുള്ള ചില പ്രയോഗങ്ങൾ, ഇത് ഗോസായിമാരുടെ ഇടപാടാണ്, കൗബെൽറ്റിൻ്റെ ഇറക്കുമതിയാണ്, ഇത് സാക്ഷര കേരളത്തിൽ ഇതൊന്നും വില പോകില്ല എന്നാണ് പറഞ്ഞത്. ഈ വടക്കേ ഇന്ത്യൻ ഇറക്കുമതി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ച ഒരു കാര്യം, എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടുന്നാണല്ലോ ഒരു ശങ്കരാചാര്യർ മുഴുവൻ ഭാരതത്തിൽ സഞ്ചരിച്ചത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവിടെയുള്ളവരിത് തെക്കേ ഇന്ത്യൻ ഇറക്കുമതിയാണെന്ന് പറയുകയും ശങ്കരാചാര്യരെ തള്ളുകയും തടയുകയും ഒക്കെ ചെയ്യേണ്ടതായിരുന്നല്ലോ. അതുണ്ടായില്ല എന്ന് മാത്രമല്ല, മുഴുവൻ ഭാരതവും സ്വീകരിക്കുകയും ചെയ്തു. അപ്പോൾ മുഴുവൻ ഭാരതത്തിൻ്റെയും ഒരു ആത്മാവിൻ്റെ ഉണർവ് എന്നുള്ള നിലയിലാണ് കഴിഞ്ഞ വർഷത്തെ കുംഭമേളയായാലും ഇപ്പോൾ ദീർഘകാലത്തിന് ശേഷം കേരളത്തിൽ നടക്കുന്ന കുംഭമേളയാണെങ്കിലും അത് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഉണർവിനെ പല പേരും പറഞ്ഞിട്ട് സൈഡ് ലൈൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും സത്യത്തിൽ അങ്ങനെയല്ല സംഭവിച്ചത് എന്ന് ഇപ്പം ഏതാണ്ട് മുഴുവൻ മലയാളികൾക്കും ലോകത്തിന് തന്നെയും മനസ്സിലായി. ഇത് ഇങ്ങനെ പറഞ്ഞ് ഒഴിവാക്കാനോ തിരസ്കരിക്കാനോ അവഗണിക്കാനോ കഴിയുന്ന ഒന്നല്ല കുംഭമേള ഇപ്പം തിരുനാവായിൽ നടന്നതും എന്നും പറയുകയുണ്ട്, മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു 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 ആഗോള ശ്രദ്ധ ഇപ്പം നമ്മൾ ഇതിനിടയിൽ പല ദിവസവും കണ്ടല്ലോ, റഷ്യയിൽ നിന്നും മറ്റ് രാജ്യങ്ങളിൽ നിന്ന് പോലും ഈ ഇൻ്റർനെറ്റിലൊക്കെ കണ്ടിട്ട് തിരുനാവായിൽ മറ്റേ കുംഭമേള കേട്ടിട്ടുണ്ട്, കേരളത്തിൽ ഇങ്ങനെ ഒരു സംഭവം നടക്കാൻ പോകുന്നു എന്ന് അറിഞ്ഞ് അവിടെ നിന്ന് ആരും ക്ഷണിക്കാതെ തന്നെ വന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇതൊരു ആഗോള സംഭവമായി മാറി എന്നർത്ഥം. അപ്പോൾ അങ്ങനെ ആയി മാറുന്നതിൻ്റെ ഒരു അടിസ്ഥാന കാരണം എനിക്ക് തോന്നിയിട്ടുള്ളത്, എപ്പോഴൊക്കെയാണോ ഈ യഥാർത്ഥത്തിലുള്ള സനാതനധർമ്മത്തിൻ്റെ ഉണർവ് ഉണ്ടാവുന്നത് ആ സമയത്തൊക്കെ ലോകം അതിനെ അംഗീകരിച്ചിട്ടുണ്ട്, ആദരിച്ചിട്ടുണ്ട്, സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇന്ന് ഈ തെക്കേ അറ്റം ഒന്ന് വേറെയാണ്, വിഭജിച്ച് പോകേണ്ടതാണ് എന്ന ധാരണയിൽ നിന്നും മാറി ഇത് മുഴുവൻ ഭാരതത്തിൻ്റെയും ഭാഗമാണ് എന്നുള്ള ഒരു ബോധ്യവും കൂടി അടയാളപ്പെടുത്തുകയായിരുന്നു ഈ കുംഭമേളയുടെ, ഈ തിരുനാവായ കുംഭമേളയിലൂടെ. എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ഒരു ആവിർഭാവം, എനിക്ക് അങ്ങനെ ഒരു വാക്ക് പറയാനാണ് ഉദ്ദേശിച്ചത്. കാരണം ഇത് ഒരു പ്ലാൻ ചെയ്ത് നമ്മൾ ഇന്ന ദിവസം ഇന്നത് നടക്കാൻ പോകുന്നു എന്നൊരു കൊല്ലം മുന്നേ പ്ലാൻ ചെയ്ത് അങ്ങനെ ഉണ്ടാക്കിയ ഒരു സാധനമല്ല, ഇതിങ്ങനെ ഒന്ന് ആവിർഭവിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഈ ഒരു ആവിർഭാവം സംഭവിച്ചത് എങ്ങനെയാണ്, അല്ല അതിൻ്റെ ഈ വിത്ത് എപ്പോഴോ മണ്ണിൽ കിടന്ന വിത്ത് തരം കിട്ടിയപ്പോൾ, അതിനൊരു സന്ദർഭം കിട്ടിയപ്പോൾ അതിങ്ങനെ പൊട്ടി മുളച്ച് വളരെ പെട്ടെന്ന് പടർന്ന് പന്തലിച്ചൊരു പ്രതീതിയാണ് വാസ്തവത്തിൽ തിരുനാവായ കുംഭമേളയ്ക്കുണ്ടായത്.